ഹായ് അപ്പം ഇന്ന് ഗൈസ് അപ്പം നമ്മൾ ഇന്നത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് ആപ്സാണ്. അപ്പം നമ്മളിപ്പം ആപ്സും ട്രെയിൻ ചെയ്യാൻ തുടങ്ങിയോണ്ട് ഇപ്പം എല്ലാ വർക്കൗട്ടും നമ്മൾ ഫുള്ളായി, അതായത് പുഷായി, പുള്ളായി, ലെഗായി, ആപ്സായി. ഓക്കെ, അപ്പോൾ ഇത്രയും വർക്കൗട്ട് നമുക്കിപ്പം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മൾ ഫുൾ ബോഡി വർക്കൗട്ടായി. പുഷ് പുൾ ലെഗും പിന്നെ ആപ്സും കൂടിയ ഫുള്ളായി. പിന്നെ ഫോറമും ട്രെയിൻ ചെയ്യാനുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മൾ ബൈസ് ട്രെയിൻ ചെയ്യുമ്പം ഫോറംസിനും ചെറിയൊരു ഇമ്പാക്റ്റ് പോവും. പക്ഷെ എന്നാലും നമ്മൾ ഫോറംസും കൂടി ട്രെയിൻ ചെയ്യേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു അത് ആപ്സിൻ്റെ കൂടെ ആക്കാമെന്നാണ് തോന്നുന്നത്. അപ്പം ആപ്സ് മാത്രം ട്രെയിൻ ചെയ്യേണ്ട, നമുക്ക് ഫോറംസും കൂടി ട്രെയിൻ ചെയ്യാം. അപ്പം അടുത്ത ആഴ്ച മുതൽ നമ്മൾ ആപ്സും ഫോറംസും ആയിരിക്കും ട്രെയിൻ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ ആപ്സ് മാത്രമേ ചെയ്യൂ. അഥവാ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ നമ്മൾ ഫോറംസും കൂടെ ചെയ്യും. ഫോറംസിലെ എല്ലാ മെഷീനും ഇവിടെ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ആം റെസ്ലിങ് ചെയ്യുന്ന കുറേ ആൾക്കാർ ഈ ജിമ്മിലുണ്ട്. അവരൊക്കെ യൂസ് ചെയ്യുന്ന കുറേ മെഷീനും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം നമുക്ക് ഫോറംസിന് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ എല്ലാ എക്യുപ്മെൻസും ഈ ജിമ്മിലുണ്ട്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, എല്ലാ വർക്കൗട്ടിൻ്റെ അപ്പുറം നമ്മൾ പുഷപ്പും പുള്ളപ്പും ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അതെന്തായാലും തെറ്റിക്കുന്നില്ല, നമുക്ക് ആപ്സിൻ്റെ അപ്പുറം ചെയ്യാം. ഓക്കെ, എന്തിനാന്ന് വെച്ചാൽ നമ്മൾ പുഷപ്പിൻ്റെയും പുള്ളപ്പിൻ്റെയും കൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പുള്ളപ്പ് പിന്നെയും 20-19 പോകുന്നുള്ളൂ. 21-22 റേഞ്ച് പിന്നെയും കുറയണം, ഇത് കൂടിയിട്ടില്ല. ഓക്കെ, ഇനി പുള്ളപ്പ് 5 മുകളിൽ പോണേ എന്നാണ് എൻ്റെ ഒരു ഇത്. അങ്ങനെ ഒരു സെറ്റ് പറഞ്ഞ കൗണ്ട് പോയിട്ടുണ്ട്, 5 മുകളിൽ പോയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ സെറ്റാവും. നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് ഹാങ്ങിങ് ലെഗ് റൈസ്. ഓക്കെ, ചെയ്യാം. സോ ഹാങ്ങിങ് ലെഗ് റൈസസ് ചെയ്താൽ നമ്മുടെ കൈയിൻ്റെ ഈ തഴമ്പ് വരുന്ന സ്ഥലമില്ലേ, അതിങ്ങനെ പിടിക്കും. എൻ്റെ കൈ ഇപ്പോൾ ചോന്നു ഫുള്ള് പിടിച്ചിട്ട്. ഞാനിപ്പം കഴിഞ്ഞ വർക്കൗട്ടിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് ചങ്കിൻ്റെ, അതായത് കഴുത്തിൻ്റെ അടുക്കുന്ന്, നമ്മൾ ചങ്ക് എന്നൊക്കെയാണ് ഇവിടെ പറയാം. സോ കഴുത്തിൻ്റെ അടുക്ക് നല്ല വേദന, എവിടെയും ബാക്കിലൊക്കെ ഭയങ്കര വേദന. ഓക്കെ, അതാണ് ഈ വർക്കൗട്ടിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ. പിന്നെ ഒന്നിക്കൽ ഞാൻ ഈ വർക്കൗട്ട് തെറ്റായ രീതിയിലേക്ക് ചെയ്യുന്ന അറിയില്ല, അപ്പോൾ അത് ശരിയാക്കണം. തെറ്റാണെങ്കിൽ ചിലപ്പം ഈ വർക്കൗട്ട് ചെയ്താൽ ഇങ്ങനെ ഒരു വേദന ഉണ്ടാവും, ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പം തെറ്റുണ്ടെങ്കിൽ നമുക്ക് ശരിയാക്കണം ചോദിച്ചിട്ട്. പക്ഷേ ഞാൻ ട്രെയിനോട് ചോദിച്ചപ്പം ഏകദേശം ശരിയാണെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾക്ക് ആദ്യമായിട്ട് കളിക്കുന്നതുകൊണ്ട് തന്നെ ഇത് ടൈം എടുക്കും. അതായത് അതിൻ്റെ പൊസിഷനും കാര്യങ്ങളും സെറ്റാവാൻ നമ്മൾ പിന്നെ ട്രൈ ചെയ്യുന്ന പോലെ സെറ്റായിക്കൊണ്ടിരിക്കും. ഓക്കെ, സോ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, ബെറ്ററായി വരും. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വർക്കൗട്ട് ചെയ്യാം. അടുത്ത വർക്കൗട്ട് ഇതല്ല, ഇതും ആപ്സിൻ്റെ മെഷീനാണ്. ഞാനിപ്പോൾ ഇരിക്കുന്നതും ആപ്സിൻ്റെ മെഷീനാണ്. പക്ഷെ നമ്മൾ ഇതിൽ വർക്കൗട്ട് ചെയ്യാറില്ല. സോ നമ്മൾ ഇതിൻ്റെ അപ്പുറം ഒരു മെഷീൻ ഉണ്ട്, അതിലാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. നമ്മുടെ വർക്കൗട്ട്
അപ്പോൾ നമുക്കിത് ചെയ്യാം. സമയം 5:15. നമുക്ക് 6 മണിക്കുള്ളിൽ വർക്കൗട്ട് തീർക്കണം. 6 മണിക്ക് മുന്നേ തീരും. 6 മണിക്ക് വർക്കൗട്ട് തീർക്കണം. കാരണം വെച്ചാൽ നമ്മൾ 4:20 കയറി. ഈ വർക്കൗട്ട് നമ്മൾ ചെയ്താൽ നമ്മളെ ആപ്സ് കത്തുന്നില്ല ഒരു ഉറപ്പാണ്. നല്ല പിടുത്തം വരുന്നുണ്ട്, നല്ല പിടുത്തം വരുന്നുണ്ട്. സോ ഈ 4 വർക്കൗട്ട് നമ്മൾ കൊടുത്തിട്ട് നമ്മളെ ആപ്സ് കത്തിക്കാൻ പോവാം. അപ്പോൾ നമ്മളെ ഡിക്ലൈൻ ബെഞ്ച് ലെഗ് റൈസും കഴിഞ്ഞു. അതിൻ്റെ അടുത്തതെന്ന് വെച്ചാൽ പ്ലാങ്ക് നമ്മൾ ലാസ്റ്റ് പോയെന്ന് വെച്ചാൽ 1 മിനിറ്റാണ്. അപ്പം 1 മിനിറ്റിനെക്കാളും പോണെന്ന്, അതായത് 1 മിനിറ്റ് ഒരു 10 സെക്കൻഡെങ്കിലും പിടിച്ച് നിൽക്കണം, നിർത്തും അല്ലെങ്കിൽ. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കാം. ആവോ ഇല്ലയെന്ന് അറിയില്ല, പക്ഷെ നമ്മൾ ട്രൈ ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ 1 മിനിറ്റും 20 സെക്കൻഡും പ്ലാങ്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. സോ 1 മിനിറ്റും 10 സെക്കൻഡ് ഞാൻ കടത്തുമെന്ന് പറഞ്ഞിരുന്നു, അത് കടത്തി. 1 മിനിറ്റ് 20 സെക്കൻഡാണ് നമ്മളെ പ്ലാങ്കിൻ്റെ ഇപ്പോഴത്തെ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പം നമുക്ക് നേരെ തിരിച്ചു പോകാം. ഫുഡ് കഴിക്കാനുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും വീട്ടിലെത്തിയിട്ട് ബാക്കി എടുക്കാം. ഗൈസ്, അപ്പം ഇങ്ങനെ തിരിച്ചെത്തി. സോ നിങ്ങൾ എൻ്റെ ബാക്കിൽ കാണുന്നത് എന്ന് വെച്ചാൽ ഒരു നെയ്ത്തുശാലയും അതുപോലെ തന്നെ തൊഴുത്തുമായിരുന്നു. ഇത് നെയ്ത്തുശാലയാണെങ്കിൽ ഇതിൻ്റെ മുന്നിലുള്ള ഭാഗം തൊഴുത്താണ്. ഇത് തറവാട് വീടിൻ്റെ ഭാഗമാണ്. ഞാൻ പണ്ടത്തെ വ്ളോഗിലൊക്കെ പറഞ്ഞായിരുന്നു, അതായത് തറവാടിൻ്റെ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞായിരുന്നു, നമുക്കന്ന് കൃഷിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നെയ്ത്തുണ്ടായിരുന്നു, പശുക്കൾ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ നെയ്ത്ത് ഉണ്ടായ സ്ഥലം, നെയ്യുന്ന സ്ഥലമായിരുന്നു ഇതൊരു കമ്പനി പോലെയാണ്. ഓക്കെ, ഇതിനെ നമ്മൾ കമ്പനി എന്നാണ് വിളിക്കുക. അപ്പോൾ ഇത് ഫുള്ള് കാട് പിടിച്ച് ഇപ്പം പോയതാണ്. അതായത് ഇപ്പം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, നെയ്ത്തിൻ്റെ കാര്യങ്ങളൊന്നുമില്ല, പശുവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മളെ കമ്പനി തൊഴുത്തുമാണിത്. ഓക്കെ, സോ നമ്മുടെ ആപ്സ് വർക്കൗട്ട് ഇന്ന് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ദിവസങ്ങളിൽ 3 ദിവസം എന്ന് പറയുന്നത് വോക്കും അതുപോലെ തന്നെ റണ്ണിങ്ങുമാണ് വരുന്നത്. ഓക്കെ, സോ നമുക്കത് ഇനി ചെയ്യണം. അപ്പം ഈ വ്ളോഗ് ഇവിടെ വെച്ച് ഫൈൻഡ് ചെയ്യാം. സോ അടുത്ത വ്ളോഗായിട്ട് നാളെ കാണാം. സോ ബൈ.